എല്ലാവർക്കും നമസ്കാരം. മത്സ്യബിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ടൊമാറ്റോ പിക്കിൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അധികം പഴുക്കാത്ത തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല പച്ച തക്കാളി കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ കടുകെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം. കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയും കൂടിയാണ്. വെളുത്തുള്ളി 3-4 ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. പച്ചമുളക് ഒരു 5-6 പച്ചമുളക് കീറിയിടുക. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, അതായത് 4 കഷ്ണങ്ങളായിട്ടായിരുന്നു ഞാൻ ഓരോ തക്കാളി അരിഞ്ഞത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ല പച്ച തക്കാളി ആണെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതായത് തക്കാളിക്കൊരു ഇച്ചിരി പുളിപ്പുള്ളത് കൊണ്ട് ഉപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂണ്, 3-4 ടീസ്പൂൺ വരെ ചേർക്കുന്നുണ്ടും കുഴപ്പമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കണം. ഒന്ന് ആവി കയറണം. ആവി കയറുമ്പോഴത്തേനും അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി, പച്ചച്ചൊവയൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ആവി കയറി കഴിഞ്ഞു. ഇപ്പോൾ നല്ല ഒരു പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒന്ന് ആവിയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്കൊരു ബോട്ടിലൊക്കെ ഇട്ട് അടച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ തക്കാളി കറി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ തക്കാളി പിക്കിളായിക്കോട്ടെ. അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക.